ചൈനയും അമേരിക്കയും ലോകത്തിന്റെ രണ്ട് പക്ഷങ്ങളിൽ നിന്നുകൊണ്ട് വ്യത്യസ്തങ്ങളായ ഒരു ലോകക്രമം രൂപപ്പെടുത്തുന്ന കാഴ്ചകൾക്കാണ് നാം ഇന്ന് സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. ലോകം വീണ്ടും ഒരു ശീതയുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ചോദ്യം ഉയരുന്ന ഈ നിർണായക സാഹചര്യത്തിൽ ഇന്ത്യ നടത്തുന്ന നയതന്ത്ര നീക്കങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഒരു കാലത്ത് ചേരിചേരാ നയം ഉയർത്തിപ്പിടിച്ച് ലോകശക്തികളിൽ നിന്നും നിശ്ചിത അകലം പാലിച്ചിരുന്ന ഇന്ത്യ ഇന്ന് തന്ത്രപരമായ സഖ്യങ്ങളിലൂടെ കൂടുതൽ കരുത്ത് വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളിലാണ്. പാക് സിലിക്ക മുതൽ പ്രതിരോധ കരാറുകൾ വരെ നീളുന്ന ഈ കരുനീക്കങ്ങൾ ഏത് രീതിയിലാണ് ഇന്ത്യയുടെ ഭാവിയെ നിർണ്ണയിക്കുക? സാധാരണക്കാരായ ഓരോ ഇന്ത്യക്കാരുടെയും ജീവിതത്തിൽ എന്തുതരം മാറ്റങ്ങളാണ് ഇതിലൂടെ ഉണ്ടാകാൻ പോകുന്നത്? നമുക്ക് നോക്കാം. പണ്ട് ഇന്ത്യയുടെ പരമാധികാരം സംരക്ഷിക്കുക എന്നാൽ അമേരിക്കയെ എതിർക്കുക എന്നതായിരുന്നു. കൊളോണിയൽ ചരിത്രവും പാകിസ്ഥാനെ അമേരിക്ക സഹായിച്ചതും പൊഖ്രാൻ ആണവ പരീക്ഷണങ്ങൾക്ക് ശേഷം ഇന്ത്യക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങളുമാണ് ഇതിന് കാരണം. അന്ന് ഇന്ത്യ സോവിയറ്റ് യൂണിയനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. എന്നാൽ 1991 സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ ഇന്ത്യ പുതിയൊരു ലോകക്രമത്തിലേക്ക് മാറാൻ നിർബന്ധിതരായി. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്കൊപ്പം ഇന്ത്യ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി കൂടി നേരിട്ടു. ഇത് 1991 സാമ്പത്തിക ഉദാരവൽക്കരണത്തിലേക്ക് വഴിതെളിച്ചു. ലോക വിപണിയിലേക്ക് ഇന്ത്യ വാതിൽ തുറന്നതോടെ പടിഞ്ഞാറൻ രാജ്യങ്ങളുമായുള്ള ബന്ധം നയതന്ത്രപരവും സാമ്പത്തികവുമായി ശക്തിപ്പെട്ടു. ആദർശങ്ങളിൽ മാത്രം ഉറച്ചു നിൽക്കുന്നതിന് പകരം രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രായോഗിക നയതന്ത്രത്തിലേക്ക് ഇന്ത്യ ചുവടുമാറ്റി. അന്ന് തുടങ്ങിയ ആ മാറ്റത്തിന് തുടർച്ചയാണ് ഇന്ന് നാം കാണുന്ന പാക് സിലിക്ക പോലുള്ള വമ്പൻ സഖ്യങ്ങൾ. ട്രംപ് യുഗം വീണ്ടും വന്നതോടെ അമേരിക്കൻ പരമാധികാര ചിന്തകൾ ലോകത്ത് പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നു. കഴിഞ്ഞ 30 വർഷമായി ലോകം വിശ്വസിച്ചിരുന്നത് ആഗോളവൽക്കരണത്തിലാണ്. അതായത് രാജ്യങ്ങൾ പരസ്പരം സഹകരിക്കുക, പരമാധികാരം ഒരു പരിധിവരെ പങ്കുവയ്ക്കുക എന്നതുമായിരുന്നു രീതി. എന്നാൽ ട്രംപ് ഇത് തിരുത്തിക്കുറിച്ചു. അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിലൂടെ ഓരോ രാജ്യവും സ്വന്തം താല്പര്യങ്ങൾ നോക്കണമെന്ന ചിന്ത അദ്ദേഹം ലോകവ്യാപകമാക്കി. ട്രംപിന്റെ മടങ്ങിവരവ് മറ്റു രാജ്യങ്ങളെയും പരമാധികാരത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാക്കി. ഈ പുതിയ ലോകക്രമത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധം വ്യത്യസ്തങ്ങളായ സഖ്യങ്ങളാണ്. ഒരു കാലത്ത് സഖ്യങ്ങളിൽ ചേരാതെ നിഷ്പക്ഷരായി നിന്ന ഇന്ത്യ ഇന്ന് തന്ത്രപരമായ സഖ്യങ്ങളിലൂടെ പുതിയ ലോകക്രമത്തിന്റെ ശക്തി കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയനുമായും ഖത്തറുമായും ഓസ്ട്രേലിയയുമായും ന്യൂസിലാൻഡുമായും ഒക്കെ ചേർന്നുണ്ടാക്കിയ പുതിയ സഖ്യങ്ങൾ ഇന്ത്യയെ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ വലിയ ശക്തിയായി ഉയർത്തിക്കാട്ടുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ത്യ തന്നെ ഒരു ശക്തി കേന്ദ്രമായി മാറുകയാണ്. അമേരിക്കയുമായി സാങ്കേതിക വിദ്യയിലും പ്രതിരോധത്തിലും സഹകരിക്കുമ്പോഴും റഷ്യയുമായുള്ള ഊർജ്ജ ബന്ധം നിലനിർത്താനും ചൈനയുമായി പ്രായോഗികമായ വ്യാപാര ബന്ധങ്ങൾ തുടങ്ങാനും ഇന്ത്യക്ക് സാധിക്കുന്നു. ഇത് വെറുമൊരു നിഷ്പക്ഷതയല്ല, മറിച്ച് ഇന്ത്യയുടെ ആവശ്യങ്ങൾ ലോകത്തിന് മുൻപിൽ ഉറപ്പിച്ചു പറയുന്ന തന്ത്രപരമായ സ്വയംഭരണാധികാരമാണ്. യൂറോപ്യൻ യൂണിയനുമായി ഒപ്പിട്ട പുതിയ വ്യാപാര കരാറുകൾ നമ്മുടെ കയറ്റുമതി മേഖലയ്ക്ക് വലിയ ഊർജ്ജമാണ് നൽകുന്നത്. ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുമായുള്ള ഊർജ്ജ സുരക്ഷാ സഖ്യങ്ങൾ ഇന്ത്യയുടെ ഇന്ധനവില നിയന്ത്രിക്കുന്നതിൽ നിർണായകമാണ്. ഓസ്ട്രേലിയയുമായും ന്യൂസിലാൻഡുമായുള്ള ബന്ധം വഴി പസഫിക് മേഖലയിൽ ചൈനയുടെ സ്വാധീനത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നു. ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ചൈന ഡിപ്പെൻഡൻസി അഥവാ ചൈനയെ മാത്രം ആശ്രയിക്കുന്ന ഒരു രീതിയാണ്. ഇതിന് ഇന്ത്യ ഒരു സുരക്ഷിതമായ ബദലായി മാറുകയാണ്. കോവിഡിന് ശേഷം ആഗോള കമ്പനികൾ ചൈനയ്ക്ക് പുറത്തുള്ള ഒരു സുരക്ഷിത താവളം തിരയുകയാണ്. വിശ്വസിക്കാവുന്ന ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ ഇന്ത്യയാണ് അവരുടെ ഒന്നാമത്തെ ചോയ്സ്. തായ്വാൻ കടലിടുക്കിൽ ചൈന പ്രകോപനം സൃഷ്ടിച്ചാലും ലോകത്തെ ഇലക്ട്രോണിക്സ് മേഖല നിശ്ചലമാകാതിരിക്കാൻ ഇന്ത്യയിലെ ഫാക്ടറികൾ സഹായിക്കും. സെമി കണ്ടക്ടർ, ക്ലീൻ എനർജി മേഖലകളിൽ ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. വിദേശ കമ്പനികൾ ഇന്ത്യയിൽ ഫാക്ടറികൾ തുടങ്ങുമ്പോൾ അത് നമ്മുടെ യുവാക്കളുടെ ഭാവി മാറ്റിയെഴുതും. വിദേശ ചിപ്പുകളെയും സെർവറുകളെയും ആശ്രയിക്കുന്നത് കുറയുന്നതോടെ നമ്മുടെ ഡാറ്റയും വ്യക്തിഗത വിവരങ്ങളും കൂടുതൽ സുരക്ഷിതമാകും. ലോകത്തെവിടെയും ഇന്ത്യൻ പാസ്പോർട്ടിനും ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കും ലഭിക്കുന്ന ബഹുമാനം വർദ്ധിക്കും. ഒരു വികസിത രാഷ്ട്രത്തിലേക്കുള്ള ഇന്ത്യയുടെ ദൂരം കുറയുകയാണ്. പരമാധികാരം എന്നത് ആപേക്ഷികമാണ്. സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങളും വിട്ടുവീഴ്ചകളും എടുക്കാനുള്ള സ്വാതന്ത്ര്യമാണത്. 1950കളിൽ നെഹ്റു ഇസ്രായേലിനെ അംഗീകരിച്ചതും ഇന്ന് ഇന്ത്യ അമേരിക്കയുമായി അടുക്കുന്നതും ഒരേ ലക്ഷ്യത്തോടെയാണ്. അത് ഇന്ത്യയുടെ ദേശീയ താല്പര്യമാണ്. പലപ്പോഴും വിദേശ നയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ആദർശങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. എന്നാൽ കടുത്ത അമേരിക്കൻ വിരുദ്ധത പുലർത്തിയിരുന്ന മുൻ CPM ജനറൽ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ ഒരു വാക്കിലുണ്ട് യഥാർത്ഥ ഇന്ത്യയുടെ നയതന്ത്ര രഹസ്യം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്നതിനെ കുറിച്ച് ഒരിക്കൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതാണ്: നോക്കൂ, ഇന്ത്യക്ക് സാങ്കേതിക വിദ്യ വേണം. പണ്ട് അത് സോവിയറ്റ് യൂണിയൻ നൽകിയിരുന്നു. എന്നാൽ ഇന്ന് ആ രാജ്യമില്ല. അതിനാൽ നമുക്ക് അമേരിക്കയെ വേണം. രാജ്യത്തിന്റെ താല്പര്യം എന്താണോ അത് നമ്മൾ ചെയ്യണം. ഈ ഒരൊറ്റ വാചകം മതി ഇന്ത്യ നടത്തുന്ന നീക്കങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ. പരമാധികാരം എന്നത് ആദർശങ്ങളിൽ പറഞ്ഞ് മുറിയിൽ അടച്ചിരിക്കലല്ല, മറിച്ച് രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ട വികസനവും സാങ്കേതിക വിദ്യയും എവിടെ നിന്ന് ലഭിക്കുമോ അവരുമായി മാന്യമായ രീതിയിൽ കൈകോർക്കാനുള്ള കരുത്താണ്.
പണ്ട് റഷ്യയുമായി ചേർന്നത് നമ്മുടെ പ്രതിരോധത്തിനായിരുന്നുവെങ്കിൽ ഇന്ന് പാക്സിലിക്ക വഴി അമേരിക്കയുമായി ചേരുന്നത് നമ്മുടെ ഡിജിറ്റൽ ഭാവിക്ക് വേണ്ടിയാണ്. റഷ്യക്ക് ഇന്ന് പരിമിതികളുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആ പഴയ സൗഹൃദം നിലനിർത്തിക്കൊണ്ട് പുതിയ കാലത്തെ ആവശ്യങ്ങൾക്കായി അമേരിക്കയുമായി ഇന്ത്യ തന്ത്രപരമായ പങ്കാളിത്തം ഉറപ്പിക്കുന്നു. ഇവിടെ ആദർശത്തെക്കാൾ ഉപരി ഇന്ത്യയുടെ ഭാവിയാണ് നമ്മുടെ നയതന്ത്രത്തെ നയിക്കുന്നത്.